ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഫോണിലൊക്കെ പലതരം ഫയലുകൾ, അതുപോലെ തന്നെ ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനത്തെ പല രഹസ്യങ്ങളൊക്കെ ഉള്ള ഫോട്ടോസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ ഫ്രണ്ട്സ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ രഹസ്യങ്ങളെല്ലാം പൊളിഞ്ഞു അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ തന്നെ ഉള്ളതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട പ്രശ്നം മാത്രമേ നമുക്ക് ഉണ്ടാവാറുള്ളൂ. അത് പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മുടേതായിട്ടുള്ള പല രഹസ്യങ്ങളും ഉണ്ടാവും അല്ലേ. അത് അധികം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക നമ്മുടെ ഫോണിന്റെ ഗാലറിയിലായിരിക്കും. നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിൻ്റെത് അല്ലെങ്കിൽ വാട്സപ്പിലുള്ളത്, അങ്ങനത്തെ പല രഹസ്യങ്ങളും നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഫോണിന്റെ ഗാലറി, നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എടുത്താൽ അപ്പോൾ തന്നെ അത് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് സേഫ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ കണ്ടില്ലേ, ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ഗൂഗിൾ ഫയൽസ് എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്താലും മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക്, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത് കൊണ്ട് ഇവിടെ കാണാം, നിങ്ങളുടെ ഇവിടെ ഇൻസ്റ്റാൾ ആണ് കാണിക്കുക. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ പ്രൈവറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ, അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് വിശ്വസിച്ചിട്ട്, ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് പല ഫോട്ടോകൾ, വീഡിയോകൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ അധികം രഹസ്യമാക്കി വെക്കാനും സാധിക്കും. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഫോണിന്റെ ഗാലറിയിലുള്ള ഡൗൺലോഡ്സ്, ഇമേജുകൾ, വീഡിയോ, ഓഡിയോ, എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ ഏത് കാര്യമാണോ നിങ്ങൾക്ക് രഹസ്യമാക്കി വെക്കേണ്ടത്, ഗാലറി ഉള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ക്യാമറയിൽ വരുന്ന കാര്യങ്ങൾ, വീഡിയോസ് ആണ്, ആപ്ലിക്കേഷൻസ് ആണ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് രഹസ്യമാക്കി വെക്കാൻ വേണ്ടി സാധിക്കും. അത് ഞാൻ വളരെ ലൈവായിട്ട് കാണിച്ചു. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് എനിക്ക് രഹസ്യമാക്കി വെക്കേണ്ടതെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് അതിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇവിടെ മുകളിൽ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മൂവ് ടു സേഫ് ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, മൂവ് ടു സേഫ് ഫോൾഡർ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പാസ്വേഡ് കൊടുത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. ഒരു 4 അക്ക പാസ്വേഡ് നമ്മൾ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ഫയൽ കണ്ടില്ലേ, നേരെ ആ ഒരു സേഫ് ഫോൾഡറിലേക്ക് പോയിട്ടുണ്ട്. വളരെ സേഫ് ആണ്. പിന്നെ ഞാൻ ഒന്നുകൂടി ഞാൻ കാണിച്ചിട്ട് ഇത് രണ്ടാമതൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ഫയൽ വരുന്നത്, വീഡിയോ ഫയലാണ്. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്തു, ഒരു ടിക്ക് മാർക്ക് കണ്ടില്ലേ. ഇനി മുകളിൽ ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ മൂവ് ടു സേഫ് ഫോൾഡർ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നേരെ ആ ഫയലും അതിലേക്ക് പോയി. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫോട്ടോകൾ, കാര്യങ്ങൾ നമ്മൾക്കല്ലാതെ മറ്റാർക്കും നമ്മുടെ ഗാലറിയിൽ നിന്ന് കാണാനും സാധിക്കില്ല, എടുക്കാനും സാധിക്കില്ല. ഇനി ഇതെല്ലാം എവിടെയാണ് പോയി നിൽക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് കാണുക, നമുക്കൊന്ന് തിരിച്ചെടുക്കാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് കണ്ടില്ലേ, ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ് ഫോൾഡർ എന്ന് പറയുന്ന കണ്ടില്ലേ, ഒരു ലോക്കിന്റെ ചിത്രം കണ്ടില്ലേ, അവിടെയാണ് ഇത് നിൽക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് അതിൽ കയറി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളോട് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫോൾഡർ വിസിബിൾ ആയിട്ട് വരികയും ചെയ്യും. ഇനി നിങ്ങൾക്ക് അത് നേരെ ബാക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്കാണ് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും.